ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ക്രിസ്മസിനൊക്കെ മുന്നേ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച കാര്യമായിരുന്നേ. ഒന്നും നടന്നില്ല. അതെല്ലാം പിന്നെ ക്രിസ്മസിൻ്റെ ഒക്കെ തലേദിവസമാണ് ചെയ്തത്. പിന്നെ അത് ഇന്നാണ് എടുത്തത്. അതെന്നാന്നുള്ള നമുക്ക് വീഡിയോയിലൂടെ കാണാം. പിന്നെ കുറച്ച് പറമ്പിലൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. കാര്യം മറക്കരുത് പറഞ്ഞാൽ വീഡിയോ കണ്ടങ്ങ് പോകും, പിന്നെ ഫോളോ ചെയ്യാനായിട്ട് മറന്നു പോകും. അതുകൊണ്ടാണ് മറക്കരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ഞാൻ ക്രിസ്മസിൻ്റെ അന്ന് ഇടണമെന്ന് വിചാരിച്ചിരുന്നത് കേട്ടോ. ഉണ്ടാക്കിയെല്ലാം സെറ്റാക്കുന്നത് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അന്ന് ഇത് ഉണ്ടാക്കാനും ഇടാനും പറ്റാതെ പോയത്. ക്രിസ്മസ് കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇത് എപ്പോൾ വേണേലും ഉണ്ടാക്കാം. പിന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടാണല്ലോ നമ്മളിതൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ എന്നതൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വൈനാണ്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കട്ടൻ ചായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ബീട്രൂട്ടിൻ്റെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇച്ചിരിയും കൂടി വീര്യം കൂടുതലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് എല്ലാം കൂടെ ഞാനത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. പിന്നെ അതിലേക്ക് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ഇഞ്ചി ഒരു വലിയ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒന്ന് ചതച്ചേച്ചാണ് ഇതിനകത്തോട്ട് ഇനി ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും വലിയ 2 ബീറ്റ്റൂട്ട്, ഇത് എത്ര കിലോ എന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ 2 ഇരിപ്പുള്ളായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇത്രയും ഇഞ്ചി ഞാനങ്ങ് എടുത്തു. ഇഞ്ചി ഇച്ചിരി കൂടുതലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇഞ്ചി എല്ലാം എടുത്ത് അതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ടേച്ച് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിന് ആണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പം നമ്മൾ ഇതിന് ഒരു 2.5 ഗ്ലാസ് വെള്ളമോളം ഞാൻ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് അടുപ്പ് വെച്ച് നല്ലപോലെ ഒരു 2 ബിസിലോളം അടുപ്പിക്കുന്നുണ്ട്. 2 ബിസിലോളം അടിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇച്ചിരി ഗോതമ്പൊക്കെ ചേർക്കുമായിരുന്നു. ഗോതമ്പൊക്കെ ചേർക്കാമെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല ഒരു തലയ്ക്കൊക്കെ കിക്ക് പിടിക്കാൻ തരത്തില്ല, അതുപോലെ നമുക്ക് കിട്ടും കേട്ടോ അതിനെ. പക്ഷെ ഇതിനകത്ത് ഞാൻ അതൊന്നും ചേർത്തിട്ടൊന്നുമില്ല. എന്നിട്ട് അതെല്ലാം വെന്തെല്ലാം കഴിഞ്ഞ് അത് നല്ലപോലെ തണുത്തതിന് ശേഷമാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. ഒരു പാത്രത്തിലോട്ട് നല്ലപോലെ അത് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് എന്നിട്ടാണ് ഞാൻ ഈസ്റ്റും പിന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തണുത്തതിന് ശേഷമാണ് കേട്ടോ, ചൂടോടുകൂടി ഞാനത് അരിച്ചെടുക്കുന്നില്ല. നല്ലൊരു തണുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഏത് പാത്രം എടുത്താലും ഉണ്ടല്ലോ, അത് നല്ലപോലെ ഉണങ്ങിയ പാത്രമായിരിക്കണം. ഇത് അടുപ്പിൽ വെച്ച് നമ്മൾ തിളപ്പിച്ച് ഇതെടുത്ത് കഴിഞ്ഞ് ഇനി നമ്മളിത് കുപ്പിയിലേക്ക് നമ്മൾ മാറ്റാനായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അത് ഒരു ശകലം പോലും വെള്ളം പാത്രങ്ങളിൽ പാടില്ല. അപ്പോൾ കുപ്പിയൊക്കെ കഴുകി ഞാൻ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇതിനകത്തൊരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ആ ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പം 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് എൻ്റെ ഒരു കണക്കാണ് കേട്ടോ, ഞാനിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് മധുരമായിട്ടും തോന്നില്ല, എന്നാൽ മധുരം ഇല്ലാഴികയില്ല, അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് പഞ്ചസാര നല്ലപോലെ അതിനകത്തിട്ട് അലിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അനിയത്തി കൊണ്ടു തന്നതാണ്. അവൾ വെളിയിലാണ്. അപ്പോൾ അവൾ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്കൂടെ നല്ല ഈസ്റ്റാണ്, ഒരു ശകലം ഇട്ടാൽ മതി കേട്ടോ. ഭയങ്കരമായിട്ട് അതിപ്പോൾ അപ്പത്തിനാണെങ്കിലും എന്നത്തിനാണെങ്കിലും ഈസ്റ്റ് ചേർത്താണ്ടല്ലോ നല്ലപോലെ ഇതാകുന്ന ഈസ്റ്റാണ്. അപ്പോൾ ഇത് ഒരു വർഷത്തേക്കൊക്കെ എനിക്കിരിക്കും, അത് കാര്യം കുറച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഈസ്റ്റാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ പഞ്ചസാര നല്ലപോലെ ഇതിനകത്തുനിന്ന് അലിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഈസ്റ്റ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഇത്രയും നേരം നിന്ന് നമുക്ക് ഇതിനകത്തിട്ട് ഇളക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ടല്ലോ, ഇച്ചിരി പൊടിച്ച് അതിനകത്ത് ചേർത്താലും മതി കേട്ടോ. ഞാൻ പിന്നെ പൊടിക്കാനൊന്നും നിന്നൊന്നുമില്ല കേട്ടോ, എനിക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പതിയെ അവിടെ നിന്ന് അതങ്ങ് ഇളക്കി എടുത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഇച്ചിരിയൊക്കെ കളറൊക്കെ വേണമെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി കാരമൽ സിറപ്പൊക്കെ ചേർത്താൽ ഇച്ചിരിയുടെ കളറൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഞാൻ പക്ഷേ അത് വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ, ബീട്രൂട്ടിൻ്റെ ആ കളർ മാത്രം മതി എന്നോർത്ത്, അത്രയും തന്നെ മതി. അത് ആ ഒരു കളറിൽ തന്നെ കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും അതിനകത്ത് ചേർക്കാതിരുന്നത്. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന നമ്മൾ ഈസ്റ്റ്, ഇതാണ് എനിക്ക് അവൾ കൊണ്ടു തന്ന ഈസ്റ്റ് കേട്ടോ, നല്ല അടിപൊളി ഈസ്റ്റാണ്. അപ്പോൾ അത് അതിനകത്തേക്ക് ഒരു ഒരു 3/4 സ്പൂൺ, ഒരു അത്രയേ ഉള്ളൂ, ഒരു അര സ്പൂൺ പോലും എടുക്കുന്നില്ല, 3/4 സ്പൂണോളം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതിനകത്തിട്ട് ഇട്ടേച്ച് അത് പെട്ടെന്ന് അലുത്തോളും കേട്ടോ, അത് വലിയ താമസമൊന്നുമില്ല അലുക്കാനായിട്ട്, പെട്ടെന്ന് അലുത്തോളും. അപ്പോൾ അതിനകത്തിട്ട് അതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇനി നമുക്ക് നല്ലൊരു കുപ്പിയിലേക്ക് എടുത്ത് അടച്ചിരിക്കണം. നമ്മൾ പൊട്ടുന്ന കുപ്പി എടുക്കുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ. പിന്നെ ചിലർ ഈ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെ സൈസൊക്കെ എടുക്കും, പക്ഷേ അതിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പൊട്ടുന്ന സൈസ് കുപ്പിക്കകത്തോട്ട് നമ്മളെടുത്ത് അത് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ അതിലേക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം പൊട്ടുന്ന കുപ്പിക്കകത്തോട്ട് തന്നെ, കുപ്പിയും നല്ലപോലെ ഉണങ്ങിയ കുപ്പിയായിരിക്കണം കേട്ടോ, ഒരു ഇച്ചിരി പോലും വെള്ളമായി ഒന്നും പാടില്ല. അപ്പോൾ ആ കുപ്പിയിലോട്ടും കൂടെ അത് ചേർത്ത് ഇതിനകത്തിരുന്ന തവിയും എല്ലാ സാധനങ്ങളും നമ്മൾ ശകലം പോലും വെള്ളം പറ്റാത്തതായിരിക്കണം. അങ്ങനെ വെള്ളമൊക്കെ പറ്റി നമ്മളെടുത്ത് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ചിലപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് ഒരുമാതിരി പൂപ്പൽ പോലൊക്കെ വരുവേ, അതുകൊണ്ടാണ് വെള്ളം ശകലം പോലും പറ്റരുതെന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കുപ്പിക്കകത്തോട്ട് ആക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുപ്പി ഞാൻ അച്ചാറിടാനൊക്കെ എടുക്കുന്ന കുപ്പിയാണ് കേട്ടോ, പക്ഷേ ഇങ്ങനെയുള്ള കുപ്പിയൊക്കെ നമ്മൾ
അച്ചാറിടാൻ എടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കുമ്പം ഇച്ചിരി നല്ലപോലെ ചൂടായ വെള്ളം ഉണ്ടല്ലോ, ആ കുപ്പിക്കകത്ത് നല്ലപോലെ ഒന്ന് ഒഴിച്ച് കഴുകി നല്ലപോലെ ഒന്ന് കുലുക്കി കഴുകാമെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ അതിനകത്ത് എന്നാ സാധനം എടുത്തതെന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു സ്മെല്ല് വരത്തില്ല ആ കുപ്പിക്ക്. അപ്പോൾ ഞാനിത് അങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണ്. അച്ചാറൊക്കെ ഞാൻ ഇട്ട പാത്രം അതുപോലും കുപ്പിയെന്ന് പോലും പറയത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഇതായിട്ട് ഒരു സ്മെല്ലും ഇല്ലാത്ത നമ്മൾ പുതിയതായിട്ടൊരു കുപ്പി മേടിക്കുമ്പോൾ അതേപോലെ തന്നെ ഇരിക്കും. അപ്പോൾ അതിനകത്തോട്ട് നിറച്ച് ഞാനതിങ്ങനെ ഒഴിച്ചതിന് ശേഷം ഞാനൊരു വെള്ളത്തുണി വെച്ച് കവർ ചെയ്തിട്ടാണ് അതിൻ്റെ അടപ്പങ്ങ് അടയ്ക്കുന്നത്. അങ്ങനെ ശകലം പോലും എയർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിനകത്ത് അതെല്ലാം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷമാണ് അത് അടച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുമ്പോൾ എവിടെയെങ്കിലും വെട്ടമില്ലാത്തടത്ത് വേണം വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് ഞാനിത് 2 ദിവസം എടുത്തത് വീണ്ടും ഇളക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാനിങ്ങനെ അടച്ചെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം എടുത്ത് നല്ലപോലെ അതും ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ വേണം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇളക്കിയെടുത്തേച്ച് വീണ്ടും ഞാനത് അതുപോലെ തന്നെ അടച്ച് ഞാൻ ഒരു ശകലം പോലും വെട്ടം കയറാത്ത ഒരു സ്ഥലത്തേക്കായിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വെക്കണമെന്നാണ് പറയുന്നത്. എനിക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിങ്ങനെ ഉണ്ടാക്കും എന്നേ ഉള്ളൂ. ഇതിനെ ഉണ്ടാക്കുന്ന ഇവർക്കൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. ഇവരെല്ലാം കഴിക്കാറുണ്ട്. ഞാൻ പിന്നെ ഈ ഓലോലിക്ക വെച്ചിട്ടിട്ടുണ്ട്. ഓലോലിക്ക, ലവലോലിക്ക, ലൂബിക്ക എന്നൊക്കെ പറഞ്ഞ സംഭവമില്ലേ, എല്ലാം ഒരു സാധനം തന്നെയാണ്, പേര് പലത് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ട് ഉണ്ടാക്കിയത് നല്ല അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ്. അത് നല്ല പഴുത്തത് വേണം. പഴുത്തത് കൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് പിന്നെ ഒരു പ്രാവശ്യം പ്ലാസ്റ്റിക് കുപ്പിക്കകത്തായിരുന്നു വെച്ച് കേട്ടോ. അത് അങ്ങ് ഈ പതഞ്ഞങ്ങ് പൊങ്ങി കുപ്പി തുറക്കുകയല്ല, ചീറ്റി അടുക്കള മുഴുവനങ്ങായി. അങ്ങനെയൊക്കെയായി. അപ്പോൾ നമ്മുടെ വൈനൊക്കെ ഞാനെടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി മാറ്റി ഭദ്രമായിട്ട് വെച്ചേച്ച് പിന്നെ ഞാനിത് തുറന്നെടുക്കുവാണ്. കാര്യം 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാനിത് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ കെട്ടെല്ലാം ഒന്ന് അഴിച്ച് ഞാൻ ഇന്നലെ അഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക നല്ലൊരു മണമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അന്നേരം തന്നെ സെറ്റായിട്ടുണ്ട്. പതഞ്ഞ് അതിൻ്റെ മേളിൽ ഇങ്ങനെ പതയെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കുമ്പളായിട്ട് കിടക്കുന്നത്, അല്ലാതെ പൂപ്പൽ മാതിരിയല്ല, കുമ്പള മാതിരി കിടക്കാൻ. ഇത് തന്നെ ഇങ്ങനെ നനഞ്ഞെന്നറിയോ, ഞാൻ ഈ ഇതെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചപ്പോൾ നിറച്ചുണ്ടായിരുന്നു. ഒന്ന് ചെരിയുമ്പോഴത്തേക്ക് ആ തുണിയിലങ്ങ് പറ്റി, അങ്ങനെ അതേ പറ്റിയതാണ്. അപ്പം ഞാൻ ഇത് കണ്ടോ, ചെറിയ പത പോലെ കണ്ടോ അതിൻ്റെ സൈഡിൽ നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിലൊക്കെ വെക്കുന്നുണ്ടല്ലോ, തുറക്കുമ്പോഴത്തേക്ക് മൊത്തം കൂടെ ചീറ്റി പതഞ്ഞ് വെളിയിൽ ചാടും. അപ്പോൾ ഈ സ്പൂണും നല്ലപോലെ ഉണങ്ങിയ സ്പൂണാണ്. അതുകൊണ്ടൊരു ശകലം എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് ഇച്ചിരി അത് കുടിച്ച് നോക്കി വെച്ചാൽ പിന്നെ അതെല്ലാം ഒന്ന് സെറ്റാക്കി പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് ഞാൻ വേറൊരു കുപ്പി കഴുകി വെച്ചിട്ടുണ്ട്. അത് കള്ള് കുപ്പിയാണ്. അപ്പോൾ അതൊരെണ്ണം കഴുകി ഞാൻ വെയിലത്ത് വെച്ച് അതും ഉണക്കിയൊക്കെ എടുത്ത് വെച്ച്. കാര്യം അത് ഇച്ചിരി ഒരുമാതിരി കറുപ്പ് പോലത്തെ കളറുള്ള കുപ്പിയാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിത് ഇങ്ങനെ വൈനൊക്കെ നമ്മളിങ്ങനെ ഒഴിച്ച് വെക്കുന്ന അങ്ങനത്തെ കുപ്പിയിലൊക്കെ വെക്കാമെങ്കിൽ നല്ലതാണ്. ഇത്രയും കുപ്പിക്കധികം വെച്ച് കഴിയുമ്പോഴത്തേക്ക് തുണി കൊണ്ടെല്ലാം മറച്ചൊക്കെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിയിൽ മട്ടുണ്ട്. ആ മട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പതിയെ അത് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. നമ്മൾ എത്ര പതിയെ ഊറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ അവസാനം ഒരു ശകലം മട്ട അതിനകത്തോട്ട് വരും. അത് പിന്നെ നമ്മൾ കുപ്പിയിലൊക്കെ ഒഴിച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ഉണ്ട്. നല്ലപോലെ പതയുണ്ട്, പതഞ്ഞ് ഇരുന്നുണ്ട്, കുമ്പള പോലെ ഉണ്ട്. നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തത് ഇതുണ്ട്. ഇത് കള്ളുകുപ്പി. ഇതെൻ്റെ കെട്ടിയവനിടയ്ക്കൊക്കെ ഇച്ചിരി കള്ള് കുടിക്കുന്ന കുപ്പിയാണ് കേട്ടോ. അപ്പം ആ കുപ്പിക്കകത്താണ് ഞാൻ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ അത് കുപ്പി കളയല്ലേ എന്ന് പറഞ്ഞു. ഇപ്പോഴും കൊല്ലട്ടെ, നേരത്തെ എടുത്ത് വരുന്ന കുപ്പി ഞാൻ അത് പാത്ത് മാറ്റി വെച്ചിരുന്നായിരുന്നു. അപ്പം ആ കുപ്പിയിലേക്ക് ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ ഇത് കള്ളൊന്നും അല്ല കേട്ടോ, വൈനാണ് ഞാൻ ഉണ്ടാക്കിയത്. വലിയ വീര്യമുള്ള വൈനൊന്നുമല്ല, ഒരു സാധാരണ പിള്ളേർക്ക് തൊട്ട് എല്ലാവർക്കും കഴിക്കാവുന്ന സൈസാണ്. അപ്പോൾ അത് ഞാനിനി ആ കുപ്പിയിലേക്ക് ഒഴിച്ച് അവിടെ ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും അത് നല്ല സെറ്റായിക്കൊണ്ടിരിക്കും കേട്ടോ. വൈൻ ഇരിക്കും തോറും പഴകും തോറും അതിന് വീര്യം കൂടുമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ വീര്യം കൂടാനും മാത്രം അത്രയും ദിവസമൊന്നും നമ്മളിത് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ ഇച്ചിരി ഇച്ചിരി എടുത്ത് കഴിക്കും. കണ്ണനൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഈ വൈൻ കുടിക്കുമ്പോൾ അന്നേരം നമുക്ക് വലിയ താല്പര്യം തോന്നത്തില്ലേ, കുടിച്ച് പിന്നെ ഒരു കുറേ കഴിയുമ്പോഴത്തേക്ക് ഓർക്കും ഒരു ഇച്ചിരി കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഓർക്കും. അപ്പോൾ അങ്ങനെയാണ് വൈൻ എല്ലാവരും കുടിക്കുന്നത്. അപ്പോൾ ഒരു ഇച്ചിരിയും വീതം ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. പിന്നെ ഇത് ബീട്രൂട്ടിൻ്റെയൊക്കെ ആയതുകൊണ്ട് നല്ല സാധനമാണ്, അതുകൊണ്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുപ്പിയിലെല്ലാം ഒന്ന് ആക്കി വെച്ചേച്ച് ഞാനൊരു 2 ഗ്ലാസ് എടുത്ത് എൻ്റെ മക്കൾക്ക് 2 പേർക്കും കൊടുക്കാൻ വേണ്ടി എടുത്താണ്. അപ്പം അങ്ങനെ ഗ്ലാസ്സിലേക്ക് ഞാൻ കുപ്പിയിൽ നിന്നാണ് ഒഴിച്ചെടുക്കുന്നത്. അപ്പം ഇത് കൊച്ചു ഗ്ലാസ്സാണ് കേട്ടോ, വലിയ ഗ്ലാസ്സൊന്നുമല്ല. ഇങ്ങനത്തെ വൈനൊക്കെ കുടിക്കുന്ന സൈസ് ഗ്ലാസ്സൊക്കെ അറിയാമല്ലോ, അത് വലിയ വലിപ്പമുള്ള സൈസ് ഗ്ലാസ്സൊന്നുമല്ല. അതിനകത്ത് കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ 2 ഗ്ലാസ്സും കൂടെ ആയിട്ട് 2 പേർ കൂടെ ആയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊണ്ട് കൊടുക്കണം. ഇനി കുടിക്കുമ്പം അവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ ഞാനൊരു പറയുന്നൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം ടി വി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ സൗണ്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ മിക്കപ്പോഴും വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പം 2 പേർ കൂടെ കഴിക്കാനായിട്ട് ഞാനിത്
കൊടുക്കുവാണ്. കണ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. അച്ചും കഴിക്കും. പക്ഷേ എന്നാലും കണ്ണനാണ് ഇങ്ങനെയുള്ള വൈനും കാര്യങ്ങളോടൊക്കെ ഇച്ചിരി താല്പര്യപ്പെടുക. എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിച്ചേക്കല്ലേ കേട്ടോ അവനൊരു കള്ളുകൂടിയനാവുന്നൊന്നും വിചാരിച്ചേക്കല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിള്ളേരൊക്കെ അല്ലേ, ഇതൊക്കെ അവർക്കൊക്കെ ഒരു ഇഷ്ടമാണ് കഴിക്കാനായിട്ട് എന്നേ ഉള്ളൂ. വൈനൊക്കെ പിന്നെ എല്ലാവരും കഴിക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ആദ്യം അച്ചുവിനും കൊണ്ട് കൊടുത്തു. അവൾ കഴിച്ചിരിക്കുക. അത് കഴിഞ്ഞ് കണ്ണനും കൊണ്ട് കൊടുത്തു കേട്ടോ. കണ്ണൻ ടി വി ഒക്കെ കണ്ടിങ്ങനെ കണ്ണൻ്റെ മുഖത്തെ തെളിച്ചം കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ ആ മുഖത്തെ ഒരു സന്തോഷം കാണണം. അപ്പം അവൻ ഇച്ചിരി കുടിച്ച് നോക്കി ചവന്. ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇവർക്ക് നേരത്തെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അവർക്കറിയാം. പക്ഷേ ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇതുവരെ ആരും തൊടാൻ സമ്മതിച്ചില്ലായിരുന്നു. കണ്ട അവന് ഇഷ്ടപ്പെട്ടു, കൊള്ളാമെന്ന്. അതിന് ഇഞ്ചിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഒരു ചെറിയൊരു എരിവും ഒക്കെയുണ്ട്. നമ്മൾ കുടിച്ചിങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ തൊണ്ടയിൽ കൂടെ ഒരു ചെറിയ എരിവൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ അത് പിള്ളേർക്കൊക്കെ കൊടുത്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനോട് ചോദിച്ചു, അമ്മ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടില്ലേ ഇത്രയും ഒരെണ്ണമെന്നാണ് അവൻ ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഇച്ചിരി ഗോതമ്പും ഒക്കെ ചേർത്താണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇതിനേക്കാൾ ഇച്ചിരി കൂടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ പറമ്പിലോട്ട് ഇറങ്ങിയതാണ്. പറമ്പിൽ നമുക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടേ. അപ്പോൾ കഴിഞ്ഞ ദിവസം പറമ്പൊക്കെ തെളിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പറമ്പെല്ലാം വൃത്തിയാക്കി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ പറമ്പിൽ തന്നെ ഒരു കിണറുമുണ്ട്. അപ്പം മോട്ടറിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം എടുക്കാം. പക്ഷേങ്കിൽ ഞങ്ങൾ അന്നേരം ഓർത്ത് കിണറ്റിൽ നിന്ന് കോരിയെടുക്കും. വലിയ ആഴമുള്ള കിണറൊന്നും അല്ല, നീ കൊച്ചു കിണർ, ഏണി വെച്ച് ഇറങ്ങാൻ പറ്റുന്ന കിണറാണേ. അപ്പം ആ കിണറാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞങ്ങളിവിടെ പച്ചക്കറി വിട്ട് കൃഷിയൊക്കെ ചെയ്യേണ്ട ഒരു ചേട്ടനെ വിളിച്ചത്. ആ വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് 2 ദിവസം മുമ്പേ ഉള്ള വീഡിയോസൊക്കെയാണ്. അപ്പം ആ ചേട്ടനെ വിളിച്ച ചേട്ടൻ വന്ന് നല്ലപോലെ കൃഷി ചെയ്യാനായിട്ട് അറിഞ്ഞിട്ട് നമ്മൾ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട, എല്ലാം നല്ല രീതിക്ക് നട്ട് തരും. നമ്മൾ വിത്തൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും നമ്മൾ അറിയേണ്ട. രാവിലെ 6:30 വരും പണിയാനായിട്ട്. 3 മണി വരെ പറമ്പിൽ പണിയത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് അന്നേരം പോകും. നല്ല രീതിക്കാണ്, നല്ല വൃത്തിക്കാണ് എല്ലാം ചെയ്യുന്നത്. നല്ല വൃത്തിയായിട്ടും നല്ല ഭംഗിയായിട്ടും ചെയ്തു തരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവരെല്ലാം ഇപ്പോൾ ഈ ചേട്ടനെയാണ് വിളിക്കുന്നത് കൃഷി ചെയ്യാനായിട്ട്. അതുപോലെ തിരക്കാണ്. കാര്യം നല്ലപോലെ ജോലി ചെയ്യുന്നവരാകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അവരെ വിളിക്കുമല്ലോ. അതുകൊണ്ട് നല്ലപോലെ കൃഷി ചെയ്യുന്നത്. അപ്പം ഞങ്ങളിവിടെ കിടന്ന ചപ്പും ചവറും എല്ലാം കൂടെ ഞാനും കണ്ണനും കൂടെ എല്ലാം കൂടെ തീയൊക്കെ ഇട്ട് അതെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കുക. കാര്യം നമ്മൾ അത്ര ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ചേട്ടന് എളുപ്പമാണല്ലോ എന്ന് ഓർത്തുണ്ട്. പിന്നെ വെള്ളം കുറയാനായിട്ട് നമ്മളിവിടെ കപ്പിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ എല്ലാം പോയി. എല്ലാം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ തന്നെ ഇത് കഴിഞ്ഞ ദിവസം മരമൊക്കെ കോതിയ സമയത്ത് 2-3 വലിയ കമ്പ് ഞാൻ മാറ്റി ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ വെള്ളം കോരുന്നത്. ഇപ്പോഴത്തെ തലമുറയ്ക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന പോലും അറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. എൻ്റെ 2 പിള്ളേരെ കൊണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും. കാര്യം ഒന്നും അറിയാൻ മേലെന്നും പറഞ്ഞ് പിള്ളേരാണേലും ജീവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ വെള്ളം ഒഴിക്കാണ്ട് താഴെ പറമ്പിലോട്ട് ബക്കറ്റ് കൊണ്ട് ഇറങ്ങി പോകാൻ ഇച്ചിരി പാടാണ്. അതിനെന്ന് വെച്ചാൽ അവിടെ ബക്കറ്റിലോട്ട് വെള്ളം കോരി നിറച്ച് വെച്ച് അവിടെ താഴോട്ട് ചെരുവാണ്. അപ്പോൾ അവിടോട്ട് ഓസ് ഇട്ട് ബക്കറ്റിൽ നിന്ന് അങ്ങോട്ട് വെള്ളം ഒഴിക്കുക. അതാകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് കോരി ബക്കറ്റിലേക്ക് വെള്ളം നിറച്ചാൽ മതി. അപ്പോൾ കണ്ണനൊക്കെ പിന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊന്നും മടിയില്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് കോരി നിറയ്ക്കാം, പിന്നെ ഞാൻ വെള്ളം ഒഴിക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മ ബാക്കി കോരി ഒഴിച്ച് നിറച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കണ്ണനെ ഞാൻ വെള്ളം കോരാനെല്ലാം ഏൽപ്പിച്ച് കണ്ണൻ വെള്ളമൊക്കെ കോരി ഒഴിച്ച് അതിനകത്തെല്ലാം നിറച്ചെല്ലാം സെറ്റാക്കി വെച്ച് കപ്പയ്ക്ക് മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കപ്പയും വാഴയാണ് കൃഷി ചെയ്തേക്കുന്നത്. എല്ലാ സൈസ് വാഴയും നട്ടിട്ടുണ്ട്. ഏത്തവാഴയുണ്ട്, പൂവൻവാഴയുണ്ട്, റോബസ്റ്റ എല്ലാം ഉണ്ട്. അതെല്ലാം നട്ടിട്ടുണ്ട്. അപ്പോൾ വാഴയ്ക്കൊന്നും ഇപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. വാഴയ്ക്ക് ഇച്ചിരി കൂടെ ഒന്ന് കിളുത്ത് കയറിയതിന് ശേഷമുള്ള കപ്പ ചിലപ്പോൾ വാടിപ്പോകാൻ സാധ്യതയുണ്ട്. നല്ല വെയിലാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം ചുവട്ടിലേക്ക് കുറേശ്ശെ ഓസിട്ട് ഞങ്ങളിങ്ങനെ വെള്ളമൊക്കെ ഒഴിക്കുകയാണ്. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ല്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്, ലൈക്ക് ചെയ്യാനും മറക്കല്ല്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടു വിശേഷങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോസൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാമേ.